സിൻഡിക്കേറ്റിലെ BJP അംഗം ശ്രീ PS ഗോപകുമാർ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PS ഗോപകുമാർ, ഇപ്പോൾ ശ്രീ ജി മുരളീധരൻ പറഞ്ഞത് അങ്ങും കേട്ട് കാണും. സർവകലാശാല സിൻഡിക്കേറ്റ് ഒരു തരത്തിലും ഗവർണർക്ക് മോശം വരുത്തുന്ന, ഗവർണർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനങ്ങളും എടുക്കില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സിൻഡിക്കേറ്റ് തീരുമാനം ഉൾപ്പെടെ, കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് തീരുമാനം ഉൾപ്പെടെ താൽക്കാലിക VC നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കാനാണ് സാധ്യത എന്ന വിവരങ്ങളാണ് വരുന്നത്. ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, ഗവർണർ ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്ന് എനിക്ക് ഇപ്പോ പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതി പരിഗണിച്ച സമയത്ത്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിഗണിച്ച സമയത്ത് അപ്രോപ്രിയേറ്റ് അതോറിറ്റി തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരള സർവകലാശാലയിൽ 18-ാം തീയതി നടന്നത് തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ്. അതിൽ ഉചിതമായ തീരുമാനം ഗവർണർ എടുക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അന്നത്തെ യോഗത്തിൽ നിയമവിരുദ്ധമായിട്ട് കൈക്കൊണ്ട തീരുമാനങ്ങൾ റദ്ദാക്കണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഗവർണർക്ക്, ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് അന്ന് രാത്രി തന്നെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് സംബന്ധിച്ചൊരു തീരുമാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ എന്റെ സഹപ്രവർത്തകൻ ശ്രീ അഡ്വക്കേറ്റ് മുരളീധരൻ അവർ ഇവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ കുറച്ച് ഭാഗം കേൾക്കുകയുണ്ടായി. ഗവർണറെ ഒരു തരത്തിലും അപമാനിക്കില്ല, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് കേട്ടു. പക്ഷെ അത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളില് കഴിഞ്ഞ 25-ന് നടന്ന പരിപാടി ഒരു സ്വകാര്യ ചടങ്ങായിരുന്നു. ശ്രീ പത്മനാഭ സേവാ സമിതി വാടകയ്ക്കെടുത്ത് നടത്തിയ പരിപാടിയിൽ ഏതാനും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങള് ഗൂഢാലോചന നടത്തിയിട്ട് രജിസ്ട്രാറെ അവിടേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. ഒപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്തു വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, ഒരടി ഞങ്ങള് ഗവർണറെ ഈ സെനറ്റ് ഹാളിലേക്ക്, സെനറ്റ് ഹൗസ് ക്യാമ്പസിലേക്ക് കടത്തില്ല എന്ന് വെല്ലുവിളിക്കുന്നത് ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പോ ഗവർണറെ ഒരു ഭാഗത്ത് അപമാനിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു, മറുഭാഗത്ത് അവരുടെ പ്രവൃത്തി എന്താണെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഇടത് സംഘടനകളുടെയും അദ്ദേഹത്തോടുള്ള സമീപനം എന്തായിരുന്നു എന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പറച്ചിലൊന്നും യാതൊരു ആത്മാർത്ഥതയുള്ളതല്ല. കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള ഗവർണറെ അപമാനിക്കാൻ കരുതിക്കൂട്ടിയെടുത്ത ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് പുറത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വെല്ലുവിളി നടത്തിയത്. അകത്ത് ആ തിരക്കഥയ്ക്കനുസരിച്ച് ആടി തീർക്കുകയായിരുന്നു രജിസ്ട്രാർ. അപ്പോ സ്വാഭാവികമായിട്ടും ചട്ടവിരുദ്ധമായി ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഡ് ചെയ്ത നടപടി കോടതിയുടെ പരിഗണനയ്ക്ക് തന്നെ ചട്ടവിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ ജുഡീഷ്യൽ പരിഗണനയിരിക്കുന്ന ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത അജണ്ട ചർച്ച ചെയ്യണം എന്ന് വാശി പിടിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പൊ അത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്ത് തരത്തിലുള്ള നടപടിയാണ് അങ്ങ് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ അനിൽകുമാർ സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ ചട്ടവിരുദ്ധമാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു റദ്ദ് ചെയ്യുന്ന, അന്നത്തെ സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങൾ റദ്ദ് ചെയ്യുന്ന ഒരു നടപടിയിലേക്കാണ് ആദ്യം കടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. ഒപ്പം ജോയിന്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് അടക്കം പോകും. ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ ഈ കാര്യത്തില് കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കേരള സർവകലാശാലയില് കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേരുകയുണ്ടായി. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ട പ്രകാരം ഒരു യോഗം വിളിക്കുകയുണ്ടായി. ഞായറാഴ്ച 11 മണിക്ക് ഒരു യോഗം വിളിച്ചിരുന്നു. അത് മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ട പ്രകാരമായിരുന്നോ അതോ ഇടതംഗങ്ങളുടെ ആവശ്യപ്രകാരമായിരുന്നോ? ഇടതംഗങ്ങൾ റിക്വസ്റ്റ് ചെയ്തു. ഇടതംഗങ്ങളും UDF അംഗവും 16 അംഗങ്ങൾ ഒപ്പിട്ട റിക്വസ്റ്റ് ആണ് കൊടുത്തത്. അന്ന് ഞാൻ അവിടെ എടുത്ത സമീപനം അടിയന്തരമായിട്ടൊരു സിൻഡിക്കേറ്റ് യോഗത്തിന്റെ ആവശ്യമില്ല, മാത്രമല്ല അങ്ങനെ വൈസ് ചാൻസലറെ സമ്മർദ്ദത്തിലാക്കിയോ ഭീഷണിപ്പെടുത്തിയോ വിളിക്കേണ്ടതൊന്നല്ല എന്നാണ് എന്തൊരു നിലപാടാണ് ആ സമയത്ത് ഞാൻ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച സർവകലാശാലയിൽ അത്തരം ഒരു സംഭവം ഉണ്ടായി. സർവീസിന്റെ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് ചില ഡിപ്പാർട്ട്മെന്റുകളിൽ പോകുന്ന സമയത്ത് അവിടെ നേരിട്ടെത്തി അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും അവിടുന്ന് ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയുണ്ടായി. അതിനുശേഷം ചേംബറിൽ വന്നിരിക്കുന്ന സമയത്താണ് ഇവര് എല്ലാവരും കൂടി രജിസ്ട്രാറെ കണ്ട് നിവേദനം കൊടുക്കുന്നത്. UDFന്റെ അംഗം അടക്കം നിവേദനം കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാതെയാണ് VC തീരുമാനമെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം യോഗം അടിയന്തരമായിട്ട് വിളിച്ചു. കൃത്യമായിട്ട് ഒരു അജണ്ട എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്തതാണ്. ആ അജണ്ട പ്രകാരം വിളിക്കുന്ന യോഗത്തിനെതിരായിട്ട് അവർ യാതൊരു നിലപാടും എടുത്തിട്ടില്ല. അജണ്ട അംഗീകരിച്ചിട്ടാണ് യോഗത്തിനെത്തിയത്. പക്ഷെ യോഗത്തിനെത്തിയ സമയത്ത് ആ അജണ്ട എടുക്കാൻ പാടില്ല, ഞങ്ങൾക്ക് വേറെ ഒരു അജണ്ടയുണ്ട് എന്ന് പറയുകയാണ്.
അവരുടെ അജണ്ട എന്ന് പറയുന്നത് VC-യുടെ തീരുമാനം റദ്ദാക്കണമെന്നുള്ളതാണ്. VC-യുടെ തീരുമാനം റദ്ദാക്കാൻ ആ സമയത്ത് സാധിക്കുമായിരുന്നില്ല. കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ സിൻഡിക്കേറ്റിന് തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും അത് കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെ യോഗം നടത്താൻ കഴിയില്ല എന്ന സാഹചര്യം വന്നപ്പോഴാണ് ചെയർ ചെയ്ത വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് തിരിച്ചുപോയത്. മീറ്റിംഗ് ഡിസോൾവ്ഡ് എന്ന് പ്രഖ്യാപിച്ച് പോയ ചെയർ ചെയ്ത VC പുറത്തു വന്ന സമയത്ത് പിന്നെ അവിടെ അവശേഷിക്കുന്ന ആളുകൾ ചേർന്നിരുന്നിട്ടൊരു യോഗം കൂടിയെന്ന് പറഞ്ഞാൽ അതിനെന്ത് നിയമസാധ്യതയാണുള്ളത്? അങ്ങനെ ഒരു യോഗം ചേരാൻ സാധിക്കില്ല. നമുക്ക് അറിയാമല്ലോ, നാട്ടിൻപുറത്തൊരു ആർട്സ് ക്ലബിന്റെ യോഗമായാലും ആ അധ്യക്ഷൻ യോഗം പിരിച്ചുവിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ചേർന്നിരുന്നാൽ അതിനൊരു അജണ്ട ഉണ്ടാകണം. അജണ്ട പ്രത്യേകിച്ച് സർവകലാശാല ചട്ടപ്രകാരം സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യുന്ന അജണ്ട മുൻകൂട്ടി VC അംഗീകരിക്കണം. ഇതൊന്നുമില്ലാതെ ഞങ്ങൾ വീണ്ടും യോഗം ചേരുകയാണെന്ന് പറഞ്ഞാൽ അതിന് നിയമസാധ്യതയില്ല. അടിയന്തരമായിട്ട് ആ യോഗം റദ്ദ് ചെയ്യുക, അത്തരമൊരു യോഗത്തിന് മുൻകൈ എടുത്ത ആളുകളുടെ പേരിൽ പിന്നീട് നടപടി എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളതും. അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ജി മുരളീധരൻ, അങ്ങനെ ചട്ടവിരുദ്ധമായ ഒരു യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്താൽ അതിനെന്ത് നിയമസാധുതയുണ്ട് എന്ന ഈ ചോദ്യമായിരിക്കും ഒരുപക്ഷെ ഗവർണറും അംഗീകരിച്ചിട്ടുണ്ടാവുക. ഗവർണർ അതിന്മേലാണ് ഒരു നടപടി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ചെയർ ചെയ്യുന്ന ആൾ യോഗം പിരിച്ചുവിട്ടു എന്ന് പ്രഖ്യാപിച്ച ശേഷം എടുത്ത തീരുമാനം എങ്ങനെയാണ് നിയമപരമായി നിലനിൽക്കുക? ഒന്നാമത് ഈ ഗോകുമാർ സാർ പറഞ്ഞ ഒന്ന് രണ്ട് മറുപടി പറയട്ടെ. കേരള സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണർക്ക് കേരള സർവകലാശാലയിൽ നിന്ന് അദ്ദേഹത്തിന് ഏതെങ്കിലും നിലയിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു അദ്ദേഹം പറയത്തില്ല. നോക്കൂ, അന്ന് ആ പരിപാടി വേണ്ടെന്ന് വെച്ചതാണ്. ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പിന്നീട് ആ പരിപാടിക്ക് എത്തിയത്. നമ്മൾ കണ്ടതാണല്ലോ. ഒരു ഗവർണറുടെ പരിപാടി എങ്ങനെയാണ് നടക്കുക എന്ന് അങ്ങേക്കും എനിക്കും നല്ല ധാരണയുണ്ട്. എത്രത്തോളം സുരക്ഷയിൽ എങ്ങനെയൊക്കെയാണ് ആ പരിപാടി പ്രോട്ടോകോൾ പ്രകാരം നടക്കുക എന്ന് നമുക്കറിയാവുന്നതാണ്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ചാൻസലറോട് പറയാനുള്ളത്, അദ്ദേഹം ഇവിടെ വന്ന് പരിപാടിയിൽ പങ്കെടുത്തു, തിരിച്ചുപോയി. അദ്ദേഹത്തിന് ആ പരിപാടിയിൽ വന്നപ്പോഴും തിരിച്ചു പോയപ്പോഴും ഒരു ബുദ്ധിമുട്ടും കേരള സർവകലാശാലയിൽ നാടകീയമായ സംഭവങ്ങൾ അങ്ങ് മറന്നിട്ടാണോ സംസാരിക്കുന്നത്? കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അന്നത്തെ നാടകീയ സംഭവങ്ങൾ, സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ അന്നുണ്ടായ നാടകീയ സംഭവങ്ങൾ മറന്നിട്ടാണോ അങ്ങ് സംസാരിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ അതിന്റെ എല്ലാം വീഡിയോ ഉണ്ട്, അതിന്റെ എല്ലാം വിഷ്വൽ ഉണ്ട്, പരിശോധിക്കെടുത്ത് വെച്ച്. ഈ അവിടെ പുറത്തും അകത്തും അവിടെ ഒരു ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമുണ്ടായി. എന്നാൽ ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുത്ത് പാളയം ക്യാമ്പസിൽ കയറുന്നതും തിരിച്ചു പോകുന്നതും വരെ ഒരു നിലയ്ക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടായില്ല. വളരെ ശാന്തമായിരുന്നു. പോലീസ് അത് അംഗീകരിച്ചു തരാൻ കഴിയില്ല. തത്സമയം ആ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ മുഴുവൻ പുറത്തുവിട്ടതാണ്. അവിടെ നടന്ന സംഘർഷഭരിതമായ അന്തരീക്ഷവും ഗവർണർ അപ്പുറത്തെ ഗേറ്റ് വഴി, മെയിൻ ഗേറ്റ് വഴി അല്ല പോയത്, അപ്പുറത്തെ ഗേറ്റ് വഴി ഗവർണർ ഇറങ്ങിപ്പോയതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആളുകളോടാണ് അങ്ങ് സംസാരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കരുത്. അന്ന് അവിടെ സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു. അതേ തുടർന്നാണല്ലോ രജിസ്ട്രാർ ആ പരിപാടി റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് കൈവെക്കുക. എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. കൃത്യമായി ഈ ദൃശ്യങ്ങൾ അതേ സമയം തത്സമയം നമ്മളൊക്കെ സംപ്രേഷണം ചെയ്തിരുന്നതാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞു തീർക്കട്ടെ. ബഹുമാനപ്പെട്ട സർവകലാശാല ചാൻസലർക്ക് ഏതെങ്കിലും നിലയിൽ അദ്ദേഹത്തെ സർവകലാശാല അപമാനിച്ചു എന്നുള്ള അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്. രണ്ട്, യോഗത്തിൽ നിയമ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തിന് നിയമ സാധ്യതയില്ല എന്നാണ്. ഞങ്ങളുടെ സിൻഡിക്കേറ്റിലെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഗോകുമാർ സാറ് സർവകലാശാല സ്റ്റാറ്റ്യൂട്ടൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞങ്ങൾ എന്തായാലും നിയമ സാധുത ഉള്ളൊരു യോഗമാണ് ചേർന്നത്. ആ യോഗം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി ആ തീരുമാനത്തിനെതിരായിട്ടാണല്ലോ ഇപ്പം ഗോകുമാർ സാർ പരാതി കൊടുത്തിരിക്കുന്നത്. ആർക്ക്? ചാൻസലർക്ക്, ബഹുമാനപ്പെട്ട ചാൻസലർക്ക്. ചാൻസലർ സിൻഡിക്കേറ്റിനോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ആ തീരുമാനം എടുത്തതെന്ന്. അതായത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദ് ചെയ്യാനും അദ്ദേഹത്തെ തിരിച്ചെടുക്കാനും നിങ്ങൾ തീരുമാനിച്ചത് ഈ ആക്ടിലെയും സ്റ്റാറ്റ്യൂട്ടിലെയും ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് ചോദിക്കട്ടെ. ഞങ്ങൾ അദ്ദേഹത്തിന് വിശദീകരണം കൊടുക്കാം. അത് അദ്ദേഹത്തിന് തൃപ്തികരം അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏത് നടപടി എടുക്കട്ടെ, നമുക്ക് ആലോചിക്കാം. അപ്പോ ശരി, എന്തായാലും ആ വിശദീകരണം ചോദിക്കാതെ ഒരു തീരുമാനം വന്നാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അങ്ങനെ ചോദിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ചാൻസലർക്കും വൈസ് ചാൻസലർക്കും സിൻഡിക്കേറ്റിനും എല്ലാവർക്കും നമ്മുടെ ഈ നിയമം പാലിച്ചുകൊണ്ടല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് അധികാരമുണ്ട്.
അധികാരം ഉപയോഗിച്ച് അതിന്റെ നടപടിക്രമങ്ങളിലൂടെ നടപടിയെടുക്കട്ടെ. ശരി, എന്തായാലും നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കാത്തിരുന്നാൽ മതിയാവും ശ്രീ മുരളീധരൻ. മിക്കവാറും ഗവർണറുടെ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ താങ്കളുമായി വീണ്ടും സംസാരിക്കാമെന്ന് കരുതുന്നു. വളരെ നന്ദി ശ്രീ. ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഹലോ, പറഞ്ഞോളൂ. അതായത് കഴിഞ്ഞ സിൻഡിക്കേറ്റിന് മുമ്പ് ഒരു സിൻഡിക്കേറ്റ് തീരുമാനം എടുത്തു. ആ തീരുമാനത്തെ അതിന്റെ നിയമസാധ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഗവർണർ ഞങ്ങളുടെ അഭിപ്രായം വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അത് ഞങ്ങൾ ഏത് സാഹചര്യത്തിലാണ് തീരുമാനം എടുത്തതെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. ആ എക്സ്പ്ലനേഷന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനം അദ്ദേഹം റദ്ദ് ചെയ്തു. അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേകൂടി ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് DC ഇല്ലാതെ യോഗം ചേർത്തത്? അപ്പൊ ഞങ്ങള് പറയാം ഏത് സാഹചര്യത്തിലാണെന്ന്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ജി മുരളീധരൻ. ഈ തീരുമാനം വന്നാൽ വീണ്ടും അങ്ങയോട് സംസാരിക്കാമെന്ന് കരുതുന്നു. ഒപ്പം ശ്രീ ഗോപകുമാർ പ്രതികരിച്ചതിന് എന്തായാലും കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാൻ VCയുടെ താൽക്കാലിക VC ഡോക്ടർ സിസ തോമസിന്റെ അഭാവത്തിൽ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനങ്ങൾ ഗവർണർ റദ്ദ് ചെയ്തേക്കും. അങ്ങനെ ഒരു നിയമോപദേശം ഗവർണർക്ക് കിട്ടിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ